സമാധാനം എന്ന ഒരു പദം നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം. കാരണം ലോകത്തിൽ ഏറ്റവും അധികം ആവശ്യമായ ഒന്നാണല്ലോ സമാധാനം. മനുഷ്യൻ സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളത് തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗത്തിൽ അഥവാ ഗിരിപ്രഭാഷണത്തിൽ ശക്തവും വ്യക്തവുമായി സംസാരിക്കുന്ന ഒരു പദമാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന ശ്രേഷ്ഠമേറിയ ഈ പദം ലോകത്തിലുള്ള സകല ജനതയ്ക്കും അവകാശപ്പെട്ട ഒന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള വിളിക്ക് ഇന്ന് ലോകത്തിലുള്ള ജനതയ്ക്ക് നല്ലൊരു പങ്കും ആളുകൾക്ക് ഇതിന് അർഹരാകാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. കാരണം അതിന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രീയപരമായ ചിന്തകളാണ്, മതപരമായ ചിന്തകളാണ്, സാംസ്കാരികപരമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ലഭിക്കാൻ കഴിയാതിരിക്കുന്ന ഈ വിശേഷപ്പെട്ട അനുഗ്രഹം ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അർഹതയായി മാറുന്ന ഒരു പദമാണ് സമാധാനം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്ന ഒരു പദം വളരെ അർത്ഥവത്തേറിയ ഒരു പദമാണ്. ലോകം തരുന്ന പോലെ ഒരു സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുവീൻ എന്ന് പറയുമ്പോൾ ഈ ലോകം അന്ത്യകാലത്തിലേക്ക് അല്ലെങ്കിൽ അന്ത്യസമയങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം എന്നുള്ള ശ്രേഷ്ഠമേറിയ പദം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ല പ്രിയരെ. അതുകൊണ്ട് സമാധാന ജീവിതത്തിൽ അർത്ഥവത്തായി മാറണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സകല സഹായങ്ങളും അനുഗ്രഹങ്ങളും ആവശ്യമാണ് എന്ന് ഈ വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം, കൊറോണയുടെ കാലഘട്ടത്ത് മനുഷ്യൻ വളരെയധികം ഭാരപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു. അന്ന് മനുഷ്യൻ ചിന്തിച്ച ചിന്തകളിൽ ഒരു ചിന്തയാണ്, ദൈവമേ എത്രയും പെട്ടെന്ന് കൊറോണ മാറി ഞങ്ങളെ സ്വസ്ഥതയിലേക്ക് നയിക്കണമേ, ഞങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കണമേ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠവും മാന്യവുമായ മഹത്വമായ ഒരു പദമാണ് സമാധാനം. അത് ഇന്ന് ജനഹൃദയങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മിക്ക കുടുംബങ്ങളിൽ ഡിപ്രഷൻ, ടെൻഷൻ, വലിയ വലിയ പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഏറ്റവും അതിമഹത്തായ ഒരു വചനമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇവിടെ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പ്രിയരെ, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ, ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠമേറിയ ഘടകങ്ങളെ, അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അടിസ്ഥാന പഠിപ്പിക്കലുകളായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: എന്തും വില കൊടുത്ത് സമാധാനം നിലനിർത്തുന്നു എന്നതിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, മറിച്ച് നീതിയിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് ഇവിടെ വചനം വ്യക്തമായി സംസാരിക്കുക. അതായത് സമാധാനത്തിന്റെ ഒരു നിർമ്മാതാവ് ഇവിടെ രംഗത്ത് വരണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ നീതിയിലൂടെ സമാധാനം ഏറ്റെടുക്കുകയും അത് പുനഃസ്ഥാപിക്കുവാൻ ഇടയാകണമെന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം നിഷ്ക്രിയമായി ഒഴിവാക്കുന്ന ഒരാളായിട്ടല്ല, മറിച്ച് അനുരഞ്ജനത്തിലൂടെ സജീവമായി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും ഇവിടെ വെളിപ്പെട്ടു വരണമെന്ന് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുകയാണ്. സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലോം എന്ന പദമാണ്. ഇത് ഒരു യുദ്ധത്തിന്റെ അഭാവത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. അതിലപ്പുറത്ത് സമഗ്രതയും ഐക്യതയും ദൈവവുമായും മറ്റുള്ളവരുമായും തമ്മിൽ തന്നെയുമുള്ള ശരിയായ ബന്ധങ്ങളുടെ ഒരു പുനഃസ്ഥാപനമാണ് ഇവിടെ സമാധാനം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം ഇതാണ്: യഥാർത്ഥ സമാധാന നിർമ്മാതാക്കൾ ദൈവത്തിന്റെ സ്വന്തം പ്രവൃത്തിയെ പ്രതിഫലിപ്പിക്കുന്നു. ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്, സമാധാന നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം പ്രവൃത്തിയെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിലൂടെ ലോകത്തെ തന്നോട് അനുരഞ്ജിപ്പിക്കുക.
അതാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വചനം വായിക്കുമ്പോൾ സമാധാനത്തിന്റെ നിർമ്മാതാവാകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് ദൗത്യത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു എങ്കിൽ ആ വീണ്ടെടുപ്പ് ദൗത്യത്തിൽ ഞാനും നിങ്ങളും പങ്കുചേരുക എന്നുള്ളതാണ് ഈ രാത്രിയിലെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ യേശു ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ നമുക്കുള്ള ദൗത്യം വളരെ വലുതാണ്. കാരണം സമാധാനം എന്ന് പറയുന്ന മഹത്വമേറിയ അനുഭവത്തെ നമ്മളിൽ തന്നെ ഉത്ഭവിക്കുക മാത്രമല്ല, അത് ഉണ്ടാക്കുന്നവരായി നിർമ്മാതാവായി മാറുവാൻ ഇവിടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ഇത്രയും നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പാപം മനുഷ്യവർഗത്തിനും ദൈവത്തിനും ഇടയിലുള്ള സമാധാനം തകർത്തു. എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? സമാധാനം എങ്ങനെ തകർന്നു വീണത്? മനുഷ്യവർഗത്തിനും ദൈവത്തിനും ഇടയിൽ സമാധാനം എങ്ങനെയാണ് തകർന്നു വീണത്? പറഞ്ഞേ പ്രിയമുള്ളവരെ, പാപനിമിത്തമാണ്. പാപനിമിത്തമാണ്. ഹല്ലേലൂയ. ഇവിടെ തിരുവെടുത്ത് പഠിക്കുമ്പോൾ മനുഷ്യന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു, മനുഷ്യന് കുഴപ്പം സംഭവിച്ചിരിക്കുന്നു, മനുഷ്യന് ഭിന്നത സംഭവിച്ചിരിക്കുന്നു, മനുഷ്യന് കുറ്റപ്പെടുത്തൽ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവകൃപയാൽ സമാധാന പാലകർ ഇത് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് മനുഷ്യനെ രക്ഷിക്കണം, മനുഷ്യനെ കുഴപ്പം പിടിച്ച അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം, മനുഷ്യനെ ഭിന്നതയിൽ നിന്ന് രക്ഷിക്കണം, മനുഷ്യനെ കുറ്റപ്പെടുത്തലിന്റെ അനുഭവത്തിന് രക്ഷിക്കണം. അതിന് എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാ 9-ാം അധ്യായം 6-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയരെ. യേശുവിനെ സമാധാന പ്രഭു എന്നാണ് വിളിക്കുന്നത്. എന്താണ് യേശുവിനെ വിളിക്കുന്നത്? സമാധാന പ്രഭു. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ഇവയൊക്കെ ചരിത്രത്തിന്റെ ഭാഗങ്ങളായി മാറിയിരിക്കെ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ യേശുക്രിസ്തുവിൽ നിറവേറപ്പെടുവാനിടയായി. അതുകൊണ്ട് നമുക്ക് മാതൃക പുരുഷൻ ആരാണ് പ്രിയരെ? യേശുക്രിസ്തുവാണ്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് കേവലം സ്വീകരിക്കാൻ മാത്രമല്ല, അത് പങ്കുവയ്ക്കാൻ കൂടി അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ 3-ാം അധ്യായം 18-ാം വചനത്തിൽ പറയുന്നത് പോലെ സമാധാനത്തിൽ വിതയ്ക്കുന്നവർ, സമാധാനമുണ്ടാക്കുന്നവർ നീതിയുടെ വിളവെടുപ്പ് കൊയ്യുന്നു. സമാധാനം സ്ഥാപിക്കുന്നതിന് ക്ഷമ ആവശ്യമാണ്. സമാധാനം സ്ഥാപിക്കുന്നതിന് സൗമ്യത ആവശ്യമാണ്. സമാധാനം സ്ഥാപിക്കേണ്ടതിന് വിളവെടുപ്പിനുള്ള ഒരു മനോഭാവം ആവശ്യമാണ്. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കണം. എന്താണ് ദൈവം നമ്മോട് പറയുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ സെന്റൻസ് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ ഒരു ക്രിയേറ്റീവ് നടന്നേ മതിയാകുള്ളൂ, ഇവിടെ ഒരു സൃഷ്ടിപ്പ് നടന്നേ മതിയാകുള്ളൂ, ഇവിടെ ഒരു വിതയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായേ മതിയാകുള്ളൂ. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, സമാധാനത്തിൽ വിതയ്ക്കണം, സമാധാനം ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നീതി എന്ന ഫലം, നീതി എന്ന വിളവെടുപ്പ് ഇവിടെ കൊയ്യുവാനിടയാകണം. അതിന് സമാധാനം സ്ഥാപിക്കേണ്ടതിന് നമ്മളിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ്. സമാധാനം സ്ഥാപിക്കേണ്ടതിന് നമ്മളിൽ സൗമ്യത അത്യന്താപേക്ഷിതമാണ്. വിളവെടുപ്പാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അതുകൊണ്ട് റോമാലേഖനം വചനം പറയുന്നത് ഇങ്ങനെയാണ്. 12-ാം അധ്യായം 18-ാം വചനത്തിൽ കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവീൻ. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നതിന്റെ കാര്യം എന്താണെന്ന് പറയാമോ? മക്കൾ അപ്പനും അമ്മയ്ക്ക് വിരോധമായി നിൽക്കുന്നു. മാതാപിതാക്കൾ മക്കളോട് ചേർന്ന് സഹകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അയൽവാസികൾ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു. നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ വളരെ വെമ്പലുള്ളത് കൊണ്ട് സൗഹൃദം നഷ്ടപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കുമ്പോൾ സൗഹൃദം നഷ്ടപ്പെടുന്നു.
ബന്ധങ്ങൾ അകന്നു പോകുന്നു. വ്യക്തിത്വങ്ങളിൽ മൂല്യത നഷ്ടപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവരിൽ ദൈവ സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തിരുവചനം പറയുന്നു, റോമാലേഖനം 12:18, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനത്തിൽ സമയം ചെലവഴിക്കുവീൻ, സമാധാനം കൊണ്ടുവരുവീൻ. മനുഷ്യൻ സെൽഫിഷിലേക്ക് മാറിയിരിക്കുന്നു, സ്വാർത്ഥതയിലേക്ക് മാറിയിരിക്കുന്നു. അവർ സുഹൃത്തു ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുകയാണ്, കുടുംബ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുകയാണ്, വിശ്വാസ സമൂഹത്തിനിടയിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുകയാണ്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. എവിടെയൊക്കെയോ ഭയം തട്ടുന്നു. ആരോടെങ്കിലും മിണ്ടിപ്പോയാൽ ഞാൻ തെറ്റുകാരനായി പോകുമോ, ആരോടെങ്കിലും സംസാരിച്ചാൽ ഞാൻ കുറ്റക്കാരനായി പോകുമോ എന്ന് വല്ലാതെ ഭയം അലട്ടുന്നത് കൊണ്ട് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന്റെ മൂല്യമാണ്. സമാധാനം എന്ന മഹത്തായ അനുഗ്രഹമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, ഇവിടെ സമാധാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന ഒന്നാണ്. ശുദ്ധകരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാണ്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഉണരേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്, കർത്താവേ, ഈ കാലഘട്ടത്തിൽ സമാധാനം എന്ന ശ്രേഷ്ഠമേറിയ അനുഗ്രഹത്തെ എന്നിൽ വളർന്നു വരാൻ അനുവദിക്കണമേ. ദൈവരാജ്യത്തിന്റെ മൂല്യമാകുന്ന സമാധാനം എന്നിൽ വളർന്നു വരണം. എനിക്ക് അത് പ്രവർത്തിക്കാൻ കൊണ്ടുവരണം. സമാധാനം ഉണ്ടാക്കുവാൻ കൊണ്ടുവരാനുള്ള ഒരു സഹന ശക്തി എനിക്ക് വേണം. സമാധാനം സ്ഥാപിക്കാനുള്ള ഒരു സൗമ്യതയുടെ ശക്തി എനിക്ക് വേണം. സമാധാനം സ്ഥാപിക്കാനുള്ള ഒരു മനോഭാവം എനിക്കുണ്ടാകണം. എബ്രായലേഖനം 12:14 പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ: എല്ലാവരോടും സമാധാനത്തിൽ ജീവിക്കാനും എല്ലാവരോടും വിശുദ്ധരായിരിക്കാനും പരമാവധി ശ്രമിക്കണമെന്നാണ് പറയുന്നത്. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ നിമിഷവും മനുഷ്യൻ ആവശ്യമായത് പ്രവൃത്തി വെളിപ്പെടണം എന്നുള്ളതാണ്. വിശ്വാസം എന്നത് കേവലം ഹൃദയത്തിൽ നിന്നും ഉരുവാകുന്ന ഒന്നാണെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് മാറണം. ഞാനത് നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി തരാം. യേശു തന്നെയാണ് അതിന് ആത്യന്തികമായ സമാധാനത്തിന്റെ നിർമ്മാതാവ്. നിങ്ങൾക്കറിയാമോ, യേശു നസ്രത്തിൽ വന്ന് ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും തന്നിലുള്ള ജീവിതം സകലർക്കും മാതൃകയായി മാറാൻ കാരണം താൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: സിനഗോഗുകളിലും അതുപോലെ തെരുവോരങ്ങളിലുമെല്ലാം ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആർക്കും യേശുക്രിസ്തുവിനെ കുറിച്ച് ദോഷം പറയാൻ കഴിയുകയില്ല. കാരണം തിരുവായി മൊഴിഞ്ഞു പറയുന്ന ലാവണ്യമുള്ള വാക്കുകളുടെ നടുവിൽ സകലരെയും രൂപാന്തരപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യേശുക്രിസ്തു തന്നെയാണ് ആത്യന്തികമായ സമാധാന നിർമ്മാതാവ്. അവൻ ബദ്ധന്മാരെ സ്വതന്ത്രരാക്കുന്നു. നാനാവിധ പരീക്ഷകളാൽ അകപ്പെട്ടവരെ വിടുവിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, നീതിയുള്ള ദൈവീയ രാജ്യത്തിന്റെ വചനം എല്ലാവരോടും പങ്കുവയ്ക്കുന്നു. അവസാനമായി തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: കുരിശിലൂടെ നമ്മുടെ യേശു കർത്താവ് അനുരഞ്ജനത്തിനായി തയ്യാറായി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിക്കൊണ്ട് സകല ജനത്തോട് ക്ഷമിച്ചുകൊണ്ട് അവൻ നിത്യമായ സമാധാനം വിളമ്പുവാൻ തയ്യാറായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കുടുംബത്തിൽ സമാധാനം കാണുമ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുവാനിടയാകുമെന്ന് വ്യക്തമാക്കുന്നു. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ സഹോദരന്മാരെ കടന്നു ചെല്ലുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങളെ, നല്ല സ്വഭാവങ്ങളെ സമൂഹത്തിന് ഒരു വെളിച്ചം വീശുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്ന ദൈവത്തിന്റെ നീതിയാലുള്ള ഒരു സമാധാനമാണ്. വിശുദ്ധ കാര്യങ്ങളിൽ ഒരിക്കൽ ദൈവത്തിന് നന്ദി പറഞ്ഞ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിയാകുന്നതിന്റെ പിന്നിൽ കേവലം ദൈവവചന പ്രഭാഷണത്തിന്റെ നടുവിലാണ്. വിവിധ രാജ്യത്തിലുള്ളവർ തന്നെ കല്ലെറിയുമ്പോഴും തന്റെ കൊലപാതകർക്ക് വേണ്ടി സ്തെഫാനോസ് പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് വരുന്ന സമാധാനത്തിന്റെ ആഴം അതാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ മനോഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ നീതി നമ്മളിൽ നിറവേറപ്പെടണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ച വിഷയത്തിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഹോളോകോസ്റ്റിൽ നിന്ന് അതിജീവിച്ച ഒരു ക്രിസ്ത്യൻ സ്ത്രീയായ കോറി ടെൻ ബൂമിനെ കുറിച്ച് ഞാൻ പറയാനിടയായി.
ഹല്ലേലൂയ, തന്റെ സഹോദരിയെ പീഡിപ്പിച്ച നാസി ഗാർഡിനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു അനുഭവം. ഇവിടെ തിരുവഴുത്ത് പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്ഷമയുടെ ആഴത്തിലുള്ള അനുഭവത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സമാധാനം ഉണ്ടാകുന്നത്. നെൽസൺ മണ്ടേല എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് നന്നായിട്ട് അറിയാം. രാഷ്ട്രീയക്കാരനാണെങ്കിലും പതിറ്റാണ്ടുകൾ ജയിലിൽ കഴിഞ്ഞുവെങ്കിലും നെൽസൺ മണ്ടേലയുടെ ക്ഷമ വളരെ വലുതാണ്. അനുരഞ്ജനത്തിലൂടെ ക്രിസ്തീയ തത്വങ്ങൾ പാലിച്ചും സമാധാന ശ്രമങ്ങൾക്ക് രാഷ്ട്രങ്ങളെ എങ്ങനെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്നൊക്കെ തെളിയിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ്. ഞാൻ അല്പ ചരിത്രം പറഞ്ഞെന്ന് മാത്രമേ. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ, ജീവിതത്തിൽ നമുക്കുള്ള ശ്രേഷ്ഠമേറിയ മൂല്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ മഹത്വമായ മറ്റൊരു ഘടകമാണ് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ ഇന്നും സംഭവിക്കുന്ന പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ, സ്വന്തമായ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ല, പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുക? അതുകൊണ്ട് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവമായിട്ടൊരു സമാധാനം ഉണ്ടാകണം. ഇത് ആഴമേറിയ ഒരു ദൈവിക സത്യമാണ് പ്രിയരെ. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്ന ഒരാളായിരിക്കുക എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഘടകമല്ല. അത് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? സമാധാനം ഉണ്ടാക്കുന്ന ഒരാളായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മറ്റുള്ളവരുമായി സമാധാനം സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ ദൈവമായിട്ട് നമുക്കൊരു സമാധാന ബന്ധം ഉണ്ടാകണം. ദിവസം ദൈവത്തോടും മനുഷ്യരോടും പിറുപിറുക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിയും? പലരും രോഗങ്ങളുടെ നടുവിൽ ദൈവത്തോട് പിറുപിറുക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ദൈവത്തോട് പിറുപിറുക്കുന്നു. ഒരുപാട് വിഷയങ്ങളുടെ നടുവിൽ ദുഃഖത്തിലും വ്യാധിയിലും പ്രയാസങ്ങളും കഴിയുമ്പോൾ എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിയും? അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടണം. എങ്ങനെ സംഭവിക്കും? യേശുക്രിസ്തു മുഖാന്തരം അത് സംഭവിക്കും. യേശുക്രിസ്തു മുഖാന്തരം ദൈവമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാകണം. അതുകൊണ്ട് സമാധാനം ആത്മാവിന്റെ ഒരു ഫലമാണെന്ന് തിരിച്ചറിയുക പ്രിയരെ. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? കർത്താവേ, സമാധാനം ഉണ്ടാക്കുന്നവനാക്കി എന്നെ തീർക്കണമേ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, സമാധാനം ഉണ്ടാക്കുന്നവനാക്കി എന്നെ തീർക്കണമേ. അതിന് എനിക്ക് ക്ഷമിക്കാനുള്ളൊരു കഴിവുണ്ടാകണം, താഴ്മയുള്ളവനായിരിക്കാനുള്ളൊരു കഴിവുണ്ടാകണം, സ്നേഹത്തിൽ സത്യം സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത്, ശരീരത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ പരിശീലനം ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപയാൽ എനിക്കൊരു പരിശീലനം ഉണ്ടാകണം. എന്റെ ഹൃദയത്തിനകത്ത് സമാധാനത്തിന്റെ വിത്ത് സ്ഥാപിപ്പാനിടയാകണം, സമാധാനം വളരുവാനിടയാകണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഇടയാക്കുന്ന ഒരു പദം ഇതാണ്: സമാധാനം എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല. സമാധാനം സ്ഥാപിക്കൽ എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: പാപത്തെയും അനീതിയെയും വേദനയെയും സ്നേഹത്തോടെ നേരിടാനുള്ള ഒരു ധൈര്യമാണ്. പാപത്തെയും അനീതിയെയും പിന്നെന്താണ് വേദനയെയും അതുപോലെ തന്നെ സ്നേഹത്തോടെ നേരിടാനുള്ള ഒരു ധൈര്യമാണ് എന്ത്? സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത്. ഇത് ചില ചെലവേറിയ കാര്യമാണ്. കാരണം വേദന എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനിലേക്ക് മാറുകയാണ്. അത് ആഗിരണം ചെയ്യാൻ കഴിയണം, സ്വയം നിഷേധിക്കാൻ കഴിയണം, പ്രതികാരം നിരസിക്കാൻ കഴിയണം. പലപ്പോഴും മനുഷ്യൻ കോപ സ്വഭാവമുള്ളവനാണ്. എന്നാൽ പക വെച്ചുകൊണ്ട് നടക്കുന്നവൻ എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിയും? ക്ഷണനേരത്തേക്കുള്ള കോപം മനുഷ്യനെ പകയിലേക്ക് മാറ്റിയെങ്കിൽ എങ്ങനെ മനുഷ്യൻ സ്വസ്ഥത പ്രാപിപ്പാൻ കഴിയും? അതുകൊണ്ട് ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത് പകയുടെ ആത്മാവിനെ എടുത്തു കളയണം. ക്ഷമ വളരെ അത്യന്താപേക്ഷിതമാണ്. നാം നമ്മളെ തന്നെ നിഷേധിക്കാനിടയാകണം. നമുക്ക് വിരോധമായി ഉണ്ടാകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതികാര മനോഭാവങ്ങളെയും നിരസിക്കാൻ തയ്യാറാകണം. ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കരങ്ങളിൽ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഈ ആഴമേറിയതും ഗഹനമായതും സത്യവും നിറഞ്ഞയായ ഈ തിരുവെഴുത്തിന്റെ രാത്രി നമ്മോട് വിളിച്ചു പറയുന്നത് എന്താണ്?
സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഒരു ദൈവത്തിന്റെ പുത്രൻ എന്ന് ഒരുവനെ കുറിച്ച് പറയണമെങ്കിൽ എന്തുമാത്രം വില കൊടുക്കണമെന്ന് ഈ വചനം പഠിക്കുന്നവർക്കറിയാം. ഇന്ന് ലോകത്ത് വിജയികളെ മഹത്വപ്പെടുത്തുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ യേശു നമ്മെ അനുരഞ്ജമാക്കുവാൻ, അതേ സമാധാനത്തിൽ വളർത്താൻ യേശു നമ്മളെ വിളിക്കുകയാണ്. കാരണം സമാധാനം സ്ഥാപിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. വിവേചനപരമായ ഒരു അധികാരം നമുക്ക് ഉണ്ടാകണം, ജ്ഞാനം നമുക്കുണ്ടാകണം, ക്ഷമ നമുക്കുണ്ടാകണം, സത്യം നമുക്കുണ്ടാകണം. ഈ രാത്രി വിശുദ്ധ കരങ്ങളിൽ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്താണ്ട്, അതുകൊണ്ട് പാപത്തെ ആമെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവമോ വൈകല്യമുള്ള നമ്മുടെ ഹൃദയം, ഈ ലോകത്തെ സ്നേഹിക്കുന്ന സ്വഭാവ വൈകല്യമുള്ള ഒരു ഹൃദയം, അത് തിരിച്ചറിഞ്ഞ് ആശാക്കുഴപ്പത്തിലാക്കാതെ ദൈവിക വിവേകത്തോടെ, ദൈവിക ജ്ഞാനത്തോടെ നാം മുന്നോട്ട് വരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധിപദേശിക്കുകയാണ്. യേശു കർത്താവിന്റെ മിനിസ്ട്രിയിൽ നമുക്കറിയാം, ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ യേശു ചെയ്യുവാനിടയായത്? യേശു ദേവാലയ മേശകളൊക്കെ മറിച്ചിടാനിടയായി. അവിടെയുള്ള ബിസിനസിനെ, അവിടെയുള്ള ദുർനടപ്പ് പ്രവർത്തികളെ ദൈവം ശക്തമായി പ്രതികരിപ്പാനിടയായി. എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ സമാധാനം സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിരുന്നു എന്നാണ്. അതായത് ശാരീരികമായ മനുഷ്യരോടുള്ള വൈരാഗ്യ മനോഭാവമല്ല അവിടെ വെളിപ്പെടുത്തിയത്. മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുവാൻ വേണ്ടി സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു ദേഷ്യമാണ്, സ്വഭാവമാണ് യേശു ആ സമയത്ത് വെളിപ്പെടുത്തുവാൻ ഇടയായത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്: കുടുംബത്തിൽ വഴക്കുണ്ടാകും, കുടുംബത്തിൽ ചില സന്ദർഭങ്ങളിൽ അല്പമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ വേഗത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ നമുക്ക് ക്ഷമ ആവശ്യമാണെന്നും, ജ്ഞാനം ആവശ്യമാണെന്നും, വിവേചന അധികാരം ആവശ്യമാണെന്നും, സത്യം ആവശ്യമാണെന്നും ഈ വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറയുകയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഇതാണ്: സമാധാനത്തിൽ വിതയ്ക്കുന്നവർ സമാധാനത്തിൽ എന്ത് ചെയ്യും? കൊയ്യുവാൻ ഇടയാകും. നമുക്ക് വിതയ്ക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാക്കണം. അതെ, സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ഹല്ലേലൂയ. ദൈവ നഗരത്തിൽ സമാധാനം ഉണ്ടാകണം, ദൈവ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകണം. ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഐക്യത്തിന് മാത്രമേ യഥാർത്ഥ സമാധാനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നിവിടെ വ്യക്തമാക്കിയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം ഇവിടെ ആവശ്യമാണ്. ദൈവിക സമാധാനം നിലനിൽക്കണമെങ്കിൽ, ദൈവിക സന്തോഷം നിലനിൽക്കണമെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ടൊരു അഭേദ്യ ബന്ധം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പള്ളികളിൽ എന്താണ് സംഭവിക്കുന്നത്? അനുരഞ്ജനത്തിന്റെ ഒരു അവസ്ഥ വെളിപ്പെടാറുണ്ടോ? അതോ പൊട്ടച്ചൊല്ലും കളിവാക്കുകളും ഗോസിപ്പുകളുമായിട്ട് മാറുകയാണോ? നമ്മുടെ ജോലി സ്ഥലത്ത് എങ്ങനെയാണ്? നമ്മൾ പാലങ്ങളാണോ ഉണ്ടാക്കുന്നത്, അതോ തടസ്സങ്ങളാണോ ഉണ്ടാക്കുന്നത്? അത് പാലങ്ങൾ പണിത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മീയ ബന്ധം, സൗഹൃദ ബന്ധം ഉണ്ടാകുവാനിടയാകും. തടസ്സങ്ങളാണ് ഉണ്ടാക്കുന്നെങ്കിൽ എങ്ങനെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയും? ഇന്ന് ലോകത്ത് മനുഷ്യർ ഓൺലൈൻ മീഡിയയിലൂടെ പലവിധമായ എഴുത്തുകളിലൂടെ ബോഡി ഷേമിംഗ് നടത്തി പലവിധ സംവിധാനങ്ങളിലൂടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ കോപം ജനിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന പിതാവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കണമെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മക്കൾ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, മറിച്ച് അത് സൃഷ്ടിക്കുന്നവനായിട്ട് മാറണം. സമാധാന നിർമ്മാതാവായിട്ട് മാറണം. വചനം പറയുന്നു, മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തെ ആഴത്തിൽ അറിയുന്ന ഒരു ലക്ഷണമാണ് എന്ത്? സമാധാനം. എല്ലാവരും ചേർത്ത് പറഞ്ഞാൽ മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തെ ആഴത്തിൽ അറിയുന്ന ഒരു ലക്ഷണമാണ് സമാധാനം. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടോ. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. അതുകൊണ്ട് മനുഷ്യ കൈകളാൽ സൃഷ്ടിക്കപ്പെടുന്ന സമാധാനം പലപ്പോഴും താൽക്കാലികമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ കഴിയും.
പ്രീതിപ്പെടുത്തുവാൻ പല സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ അതൊരിക്കലും ശാശ്വതമല്ല. അതുകൊണ്ട് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നത് ദിവ്യ സമാധാനത്തെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് തന്നെ ഒഴുകുന്ന ഒരു അമാനുഷികമായ പ്രവൃത്തിയാണ് ഈ ദൈവിക സമാധാനം. സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ചർച്ചയല്ല. ഹൃദയത്തിനകത്ത് ഒരു പരിവർത്തനം ഉണ്ടാകണം, കുടുംബത്തിനകത്ത് ഒരു പരിവർത്തനം ഉണ്ടാകണം, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തുവുമായിട്ടൊരു അഭേദ്യ ബന്ധം ഉണ്ടാകണം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ നേരിടാം, സമൂഹത്തിൽ സംഘർഷങ്ങൾ നേരിടാം. അതിന് ഒരിക്കലും നമ്മുടെ കഴിവുകൾക്കോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ അറിവുകൾ കൊണ്ടോ പരിഹാരം ഉണ്ടാകുകയില്ല. അതിനപ്പുറത്ത് ക്രിസ്തുയേശുവിലുള്ള ഒരു സമാധാനത്താൽ, ക്രിസ്തുയേശുവിലുള്ള ജ്ഞാനത്താൽ, ശക്തിയാലും മാത്രമേ കുടുംബത്തിനും സമൂഹത്തിനും ദേശത്തിനും സമാധാനം വിതയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുക. ദൈവിക സ്നേഹത്താൽ, ദൈവിക സത്യത്താൽ തകർന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കാനും അത് പുനഃസ്ഥാപിക്കാനും ദൈവം നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം തകർന്ന പോകുന്ന അവസ്ഥ നമുക്ക് നേരിടാം. ദുഃഖത്തിന്റെ വലിയ ആഴത്തിലേക്ക് നമുക്ക് നീങ്ങാം. രോഗത്തിന്റെ കഠിനമായ അനുഭവത്തിലേക്ക് നീങ്ങാം. സാമ്പത്തികമായ തകർച്ചയുടെ അനുഭവത്തിലേക്ക് നീങ്ങാം. അവിടെ എല്ലാ സ്നേഹത്താലും സത്യത്താലും നാം ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിന്റെ നടുവിൽ ഒരു പുനഃസ്ഥാപനം ഉണ്ടാകണം, ഒരു വലിയ ചേഞ്ചിങ് ഉണ്ടാകണം. അത് കഷ്ടതയിലും എനിക്ക് പാടുവാൻ കഴിയുമെന്ന് പറയാൻ കഴിയണം. വേദനയുടെ നടുവിലും എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് സമാധാനത്തിന്റെ ദൈവികമായ അനുഗ്രഹത്തെ, ദിവ്യമായ അനുഭവത്തെ വളരെ ആവേശത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നാം നിർമ്മാതാക്കളായി മാറണമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. കർത്താവേ, പാപത്തെയും കാപട്യത്തെയും അനീതിയെയും എനിക്ക് നേരിടുവാനുള്ള ശക്തി തരണമേ. എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? പാപത്തെയും കാപട്യത്തെയും അനീതിയെയും എനിക്ക് നേരിടാനുള്ള ശക്തി. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്, കർത്താവേ, സമാധാനം ഉണ്ടാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സമാധാനം സ്ഥാപിപ്പാനിടയാകണമേ. എന്റെ ജീവിതത്തിൽ കഠിനമായ അനുഭവങ്ങൾ നേരിടുമ്പോഴും എന്റെ സമൂഹത്തിന്റെ നടുവിൽ കഠിനമായ പ്രതികൂലങ്ങൾ, രാജ്യത്തിന്റെ നടുവിൽ സമാധാനം നഷ്ടപ്പെടുന്ന സംഗതികൾ വരുമ്പോഴും ക്രിസ്തു യേശു മുഖാന്തരം സമാധാനം ഉണ്ടാക്കുവാൻ ഇടയാകണമേ. ജീവിതങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടാകണമേ. എന്നിൽ പകയോ കയ്പോ ഉണ്ടാകരുത് കർത്താവേ. സമാധാനം സ്ഥാപിക്കാൻ എനിക്ക് കഴിയണമേ. യഥാർത്ഥ സമാധാനം ഉണ്ടാക്കുന്നവർ ക്ഷമിക്കുവാൻ വേഗത്തിൽ തയ്യാറാകോ. ഗുരു, ഞങ്ങൾ എത്ര വട്ടം ക്ഷമിക്കണം? 7 അല്ല 7, 70 വട്ടം ക്ഷമിക്കാൻ മതിയോ? നോക്കണേ, ക്ഷമയ്ക്ക് ഒരിക്കലും ഒരു എണ്ണസംഖ്യ കൊണ്ട് നിർമ്മിക്കാൻ പറ്റത്തില്ല. ക്ഷമയ്ക്ക് ഒരിക്കലും ഹല്ലേലൂയ സംഖ്യകൾ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യന്റെ മരണം വരെയും നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ക്ഷമ എത്രത്തോളം വളരുമോ അത്രത്തോളം സമാധാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തിരുവെടുത്ത് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ വിളിച്ചു പറയുന്നത് എന്താണ്? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. ക്ഷമ എന്നത് സമാധാനം വളരുന്ന ഒരു മണ്ണാണെന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. കുരിശിന്റെ സമാധാനത്തിന്റെ ആത്യന്തിക പ്രതീകമാണ് ഇവിടെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. കൊലോസ്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? 1-ാം അധ്യായം 20-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവം തന്റെ കുരിശിലെ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തു വഴി സകലത്തെയും തന്നോട് നിരപ്പിച്ചു. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്ന ആ ദൈവിക സത്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് മുന്നോട്ട് വരാൻ കഴിയണം. ദൈവവുമായിട്ടുള്ള യഥാർത്ഥ കൂട്ടായ്മയിലേക്ക് വരണം. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിങ്കിലേക്കുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരണം. സമാധാന നിർമ്മാതാവായി ഓരോ ദിവസവും യേശു ക്രിസ്തു നിമിത്തം നമ്മുടെ കുരിശുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ കേവലം താൽക്കാലിക സംതൃപ്തിക്കപ്പുറത്തേക്ക് ചിന്തിക്കുന്നു. അവർക്ക് ജാതികളെ നോക്കുന്നില്ല, വംശങ്ങളെ നോക്കുന്നില്ല, അവർ നിത്യതയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ആത്മാക്കൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് സകല ജാതികളെ സ്നേഹിക്കുവാനും സകല ആത്മാക്കളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ സകല മനുഷ്യരും പ്രതിജ്ഞാബദ്ധരാണ്.
അവർ സമർപ്പണമുള്ളവരെ മാറണമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ബുദ്ധിപദേശിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ. ലോകപ്രകാരം ജനിച്ച ഒരു മനുഷ്യനും കഴിയത്തില്ല, ഒരു മനുഷ്യനും സമാധാനം ഉണ്ടാക്കാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ലൗകിക മനുഷ്യർ ലൗകികമായത് ചിന്തിക്കുന്നു, ദൈവിക മനുഷ്യൻ ദൈവത്തിനുള്ളത് ചിന്തിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയട്ടെ. യേശു ക്രിസ്തുവിനുള്ള സമാധാനത്തിൽ വളരുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ശ്രേഷ്ഠമേറിയ പദവിക്ക് അംഗീകാരത്തിന് യോഗ്യരായി മാറുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്. കർത്താവേ, സമാധാനം സ്ഥാപിക്കുന്നവർ ഒരു അനുഭവം എന്നിലുണ്ടാകണം. സമാധാനം സ്ഥാപിക്കുന്നവർ യോദ്ധാക്കളാണ് പ്രിയമുള്ളവരെ. അവർ ഒരിക്കലും ഭിന്നതയോ വിദ്വേഷമോ അഹങ്കാരമോ വഞ്ചനയോ എന്നിങ്ങനെയുള്ള ശക്തിക്ക് അധീനരല്ല. എന്നിങ്ങനെയുള്ള ശക്തിക്ക് എതിരെ അവർ പോരാടുകയാണ്. അതുകൊണ്ട് ദൈവ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിൽ ആത്മാവിന്റെ ആയുധങ്ങൾ ഉണ്ടാകണം. ആത്മാവിന്റെ ആയുധങ്ങൾ എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ? സ്നേഹമാണ്, സത്യമാണ്, പ്രാർത്ഥനയാണ്, വിനയമാണ്, അനുരഞ്ജനമാണ്. അതുകൊണ്ട് സ്നേഹവും സത്യവും പ്രാർത്ഥനയും അനുരഞ്ജനവും ഒരു ബലഹീനതയല്ല പ്രിയമുള്ളവരെ. ഇതൊക്കെ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹമാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആത്മാവിന്റെ ആയുധങ്ങളാകുന്ന സ്നേഹവും സത്യവും സമാധാനവും വിനയവും അനുരഞ്ജനവും ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുവാൻ ഈ 2025 എനിക്ക് കഴിയണമേ. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? സമാധാന നിർമ്മാതാവായിരിക്കുക, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കുക, ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ, പുത്രിപുത്രന്മാരായി മാറുവാൻ ഈ ശ്രേഷ്ഠമേറിയ അനുഗ്രഹത്തിന് ഇന്ന് രാത്രി പാത്രീഭൂതരാകേണ്ടതിന്, വരും ദിവസങ്ങളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം വിളിച്ചു പറയുന്നു, 9-ാം അധ്യായം 23-ാം വചനത്തിൽ പറയുന്നു, ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള നേരിടുന്ന നിന്ദകളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ പിന്തുടരുക. ഈ രാത്രി എത്ര പേർക്ക് സന്തോഷത്തോടെ ഈ സമാധാനം എന്ന ദൈവിക അനുഭവത്തെ, ദിവ്യ അനുഭവത്തെ വളർത്തിക്കൊണ്ടുവരുവാനും അത് പ്രസന്റ് ചെയ്യുവാനും സൃഷ്ടിക്കുവാനും ഉണ്ടാക്കുവാനും തയ്യാറാണ്. നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും വ്യക്തികൾ ദുഃഖിക്കുന്നുവോ? നമ്മുടെ കൂടെയുള്ളവർ ഏതെങ്കിലും നിലയിൽ തകരുന്നുണ്ടോ? മാനസികമായി, ശാരീരികമായി ഏതെങ്കിലും കുടുംബങ്ങൾ, വ്യക്തികൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ടോ? ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാക്കണം. എന്ത്? ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം, സമാധാനം അത് ഉണ്ടാക്കുവാൻ കഴിയാനുള്ള ഒരു ആത്മഭാരം നമുക്കുണ്ടാകണം. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി ഒരുക്കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഇത് സ്വർഗത്തിലെ ഒരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. ഭൗമിക വിജയത്തെക്കാൾ വളരെ വലുതാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ജയിക്കാൻ ഈ ലോകത്തിലെ ഒരായുധം നമുക്ക് ആവശ്യമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സമാധാനത്താൽ ഈ ലോകത്തെ നമുക്ക് ജയിപ്പാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാണ്, കർത്താവേ, എന്നെ നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം വിതയ്ക്കാൻ എന്നെ അനുവദിക്കണമേ. ദ്രോഹമുള്ളിടത്ത് ക്ഷമിക്കാൻ, സംശയമുള്ളിടത്ത് വിശ്വാസ, നിരാശയുള്ളിടത്ത് പ്രത്യാശ എന്നിങ്ങനെയുള്ള ദൈവിക സ്വഭാവത്താൽ, അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ. എന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. എന്റെ ശത്രുക്കൾ എന്റെ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ തരണമേ. എന്നെ ഉപദ്രവിക്കുന്നവർ എന്റെ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ തരണമേ. എന്നെ ഒറ്റപ്പെടുത്തുന്നവർ എന്റെ സ്നേഹിതരാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ തരണമേ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി അവരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനാൽ അനുരഞ്ജനം എന്ന മഹത്തായ മൂല്യത്തിലേക്ക് അവരെ നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കാനിടയായാൽ നിശ്ചയമായും വലിയ അനുഗ്രഹത്തിലേക്ക് മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.